ഹെൽത്തി ആയിട്ടൊരു ഓംപ്ലേറ്റ് ഉണ്ടാക്കിയല്ലോ. ഓംപ്ലേറ്റ് ഇല്ല, ആംപ്ലേറ്റ്. ഹായ് ഗൈസ്, ഞാൻ സച്ചിൻ. ഇതാണ് എന്റെ അമ്മ, എന്റെ അമ്മക്കുട്ടി. ഞാനും അമ്മയും കൂടി ഇന്നൊരു ആംപ്ലേറ്റ് ഉണ്ടാക്കാൻ പോവാണ്. അതും ഹെൽത്തി ആയിട്ടുള്ള ആംപ്ലേറ്റ്. ഓംപ്ലേറ്റ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഇരിക്കുന്നത്. മത്തന്റെ ഇലയുണ്ട്, മത്തന്റെ പൂവുണ്ട്, പിന്നെ നമ്മുടെ പച്ചമുളകും, പിന്നെ നമ്മുടെ സവാളയുണ്ട്. ഇത്ര ഐറ്റം മതി. അതൊരു ചട്ടി എടുക്കുക, അത് അടുപ്പത്തേക്ക് വെക്കുക. അതിലേക്ക് സ്വർണ്ണത്തെക്കാൾ വിലയുള്ള നമ്മുടെ വെളിച്ചെണ്ണ അങ്ങ് കുറച്ചൊഴിക്കുക. അതിലേക്ക് ആദ്യം തന്നെ നമ്മുടെ സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. അതിനൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടി കൊടുക്കുക. ചെറുതായിട്ട് വാടി വരുമ്പോൾ നമ്മുടെ പ്രധാന ഐറ്റമായ മത്തന്റെ ഇലയും മത്തന്റെ പൂവും ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ലേശം ഉപ്പ് കൂടി ഇടാം. കുറച്ചു നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതെല്ലാം കൂടി കൂട്ടി വെച്ചൊന്ന് വാടാൻ വേണ്ടി വച്ചേക്കാം. ചെറുതായിട്ട് വാടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ലേശം മഞ്ഞപ്പൊടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് കുറച്ച് മുളക് കൂടി ഇടാം. വീണ്ടും ഇളക്കലോടെ ഇളക്കൽ. അതൊന്ന് നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്ക് അടുപ്പത്ത് നിന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് മുട്ട പൊട്ടിക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുക, നന്നായിട്ട് ഇളക്കിയും കൊടുക്കുക. അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചതും കൂടി ഇട്ട് കൊടുക്കുക. അടുത്തായിട്ട് ഒരു പാൻ എടുക്കുക. വീണ്ടും നമ്മുടെ വെളിച്ചെണ്ണ ഇത്തിരി ഒഴിച്ചങ്ങ് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മുട്ട പാനിലേക്ക് ഒഴിക്കാം. ശേഷം നന്നായിട്ട് പരത്തി അങ്ങ് കൊടുക്കുക. പിന്നെ ലോ ഫ്ലെയിമിലായിരിക്കണം നമ്മൾ മുട്ട ഉരിക്കേണ്ടത്. ഇനി അതിലേക്ക് ലേശം കുരുമുളക് പൊടി കൂടി വിതറി അങ്ങ് കൊടുക്കുക. അങ്ങനെ നമ്മുടെ മുട്ട ഇവിടെ വെന്ത് വരുന്നുണ്ട്. ഇനിയാണ് ഏറ്റവും വലിയ ടാസ്ക്. ഇത് പൊട്ടി പോവാണ്ട് മറിച്ചിടുക. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ മുട്ട പൊട്ടാണ്ട് മറിച്ചിട്ടുണ്ട്. അതിന്റെ സന്തോഷമാണ് എന്റെ മുഖത്തും അമ്മയുടെ മുഖത്തും. അങ്ങനെ ഫൈനലി നമ്മുടെ ആംപ്ലേറ്റ് ഒരു കേടുപാട് സംഭവിക്കാണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓംപ്ലേറ്റ് മാത്രമല്ല, ഇന്ന് നമുക്ക് വഴുതനങ്ങ ഫ്രൈ കൂടി ഉണ്ട്. അത് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ. അങ്ങനെ വഴുതനങ്ങ ഫ്രൈ ഓംപ്ലേറ്റും കൂട്ടി ഞാൻ ചോറിനാൻ പോവാണ്. അപ്പോ ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ബൈ.